ഇത് കഴിഞ്ഞ പുറത്തൊരു ചോദ്യം ചോദിക്കാതെ അന്ന് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മന്റെ കാര്യം പറഞ്ഞു. ചാണ്ടി ഉമ്മനെ അനുകൂലിച്ചുകൊണ്ട് പുറത്തു പറയരുതായിരുന്നു എന്ന് പറഞ്ഞു. ചാണ്ടി ഉമ്മൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, വളരെ കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നത്, ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരാണ് നടത്തുന്നത്, താങ്കൾ ഇതിനെ അനുകൂലിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഉമ്മൻചാണ്ടിക്കെതിരായി ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു സൈബർ ആക്രമണം നടത്തില്ല. അത് ഏറെങ്കിലും പാർട്ടിക്കാരായിരിക്കും. കോൺഗ്രസ്സുകാരും എനിക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു. അല്ല, എനിക്കത് വിശ്വാസമില്ല. കാരണം അദ്ദേഹം എന്നോടും ഇത് പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോൾ എന്നോടും പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിയോട് അത്രയും പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും താല്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തിനെതിരായി ഒരു കോൺഗ്രസ്സുകാരനും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സൈബർ ആക്രമണം നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അതെനിക്കറിയാം. എവിടുന്ന് പുറത്താക്കിയ? എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം എന്നോട് ചോദിക്കും. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരോടൊക്കെ വളരെയധികം നന്നായി ഇടപെട്ടിരുന്നതാണ്, വിമർശനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പൊ തെറ്റായ ഒരു പ്രവണത കാണുന്നുണ്ട്. ഇത് എങ്ങനെയാണ്? ഇല്ല, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആരഭിപ്രായം പറഞ്ഞാലും അങ്ങനെ ആരെയും എതിർക്കുന്ന സമീപനമൊന്നുമില്ല. നല്ല കാര്യങ്ങൾ വിമർശിച്ചാൽ അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കും. അതാണ് ഇപ്പോഴത്തെ ശൈലി. എനിക്കതറിയില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത് ഈ മീഡിയ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അല്ല, അറിയില്ല എന്ന് പറഞ്ഞതാണ്. വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KPCCയുടെ സമിതി അവിടെ തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. അതില് ഏത് രീതിയിലായിരിക്കും നടപടി? എങ്ങനെയാണ്? KPCC പ്രസിഡന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി കാര്യങ്ങൾ പരിശോധിക്കും. അത് ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അങ്ങനെ പാടില്ല. അതുകൊണ്ടാണല്ലോ KPCC ഒരു കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റി കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, എന്ത് സംഭവിച്ചാലും ആ കമ്മിറ്റി ഇപ്പോൾ പരിശോധിക്കുക.